ഇപ്പോ മൈനയെ കാണാതായതിന് ഹരിയേട്ടന്റെ പേരിൽ കേസ് കൊടുത്ത് കോടതി പോകുന്ന അവൻ പറയുന്നത്. ഓട്ടെ, കോടതി ഒരു പോലീസുകാരന് പുത്രിയാണോ? അതല്ല ഹരിയേട്ട, ഇതൊരു മിസ്സിംഗ് കേസല്ലേ. ആൾമോഷണമാണെന്ന് പറഞ്ഞ നീ എന്താ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? ഏയ് അതല്ല. സിദ്ധാർത്ഥ, നിനക്ക് ഇതൊന്നും അല്ലല്ലോ എന്നോട് പറയാനുള്ളത്. പറ, എന്താ കാര്യം? അല്ല ഹരിയേട്ട, മൈന എവിടെയുള്ളതെന്ന് ഹരിയേട്ടൻ അറിയോ? ഇല്ല. ഒന്ന് അന്വേഷിച്ചൂടെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് മതിയോ? നമ്മളൊന്ന് അന്വേഷിക്കൂടെ വേണ്ടേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ലുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥനോട് ഇത്തരം അന്വേഷണങ്ങളുമായിട്ട് വരരുതെന്ന്. നീ മാനസയുടെ ഭർത്താവാണ്. അത് പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ ഹരിയേട്ട, മൈനയ്ക്ക് എന്ത് സംഭവിച്ചു തിരക്കുന്നത് തെറ്റാണോ? ആണ് ആണ് സിദ്ധാർത്ഥ. മറ്റാരെയും പോലെയല്ല മൈന. അവളെക്കുറിച്ച് തിരക്കാൻ പാടില്ല. ഒരടുപ്പം വെച്ച് പുലർത്താനും പാടില്ല. ഇത് ആവർത്തിക്കരുത് ഇനി ഒരിക്കലും. വയ്ക്കോ. ഹലോ. ആ, ഞാനാ മണിയമ്മേ. ആ, എന്താ സാറേ? ആരെങ്കിലും മൈന അന്വേഷിച്ച് വന്നിരിക്കും. ഒരു വിശേഷവും പറയരുത്. മൈന അവിടെ ഉണ്ടെന്ന ഭാവം പോലും കാണിക്കരുത്. അതെന്നോട് പ്രത്യേകം പറയണോ? വരുന്നവന്റെ മുട്ടുകാല് തന്നെ ഓടിക്കും. വെച്ചോ. ആരാ അമ്മണിയമ്മയെ വിളിച്ചേ? മോളുടെ ഏട്ടനാ. മോളെ അന്വേഷിച്ച് ആര് വന്നാലും വീട്ടിൽ കയറ്റരുതെന്ന, ഇവിടെ ഉണ്ടെന്ന് പോലും പറയരുതെന്ന്. എത്ര കാലം ഇങ്ങനെ ഒളിവ് താമസിക്കുന്നേ? അതൊക്കെ സാറ് തീരുമാനിക്കും. പോലീസുകാരനല്ലേ, എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊക്കെ ചെയ്യോ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്താ? 4 ആള് വന്നാലും അമ്മിണി ഒറ്റയ്ക്ക് മതിയെന്ന് സാറിനറിയാം. എന്നെ അത്രയ്ക്ക് വിശ്വാസ. സെക്യൂരിറ്റി എവിടെയായിരുന്നു? ട്രാൻസ്ഫർ ആയിരുന്നു മോളെ. സാറിപ്പോ തിരിച്ചു വിളിച്ചു. അല്ല, മോക്കിങ്ങനെ പറ്റിയല്ലോ. സംഭവിച്ചു പോയില്ലേ? ഇനി ഓരോന്നും ചോദിച്ചു എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. എന്റെ പൊന്ന് സെക്യൂരിറ്റി അല്ലേ. ആരാടാ നീ? കേറി പോടിയകത്ത്, കടക്കടാ പുറത്ത്. അമ്മിണി, പാറ്റുകാരി അമ്മിണി. ലോനപ്പ സാറിന് അറിയോ? പിന്നല്ലാതെ. അല്ല, ഇവളെന്താ തുണിയൊക്കെ കൊടുത്ത്? അയ്യേ, അതല്ല മോളെ, ഒരു കൈലി കൊടുത്ത് കള്ളമാറ്റായിട്ട് നടന്നതല്ലേ. ഇപ്പൊ സാരിയോ? ലോനപ്പ സാറിന് എങ്ങനെ അറിയാം? മോളെ, ഇവളെ വാറ്റുകലവും തലയെ പിടിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് എക്സൈസിന് കൈമാറുമ്പോ ഞാനും ഉണ്ടായിരുന്നു ആ സ്ക്വാഡില്. എത്ര വർഷം ശിക്ഷിച്ചടി? അയ്യോ. അല്ല, ഇവളെന്താ മോളുടെ കൂടെ? എല്ലാം പറയാം, വാ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതാ മോളെ. ഇനി കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ പറഞ്ഞു ഹരിസാറ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കെന്തിനാ സെക്യൂരിറ്റി? ഇവിടെ ആര് വരാനാ? അതൊന്നും പറയാൻ പറ്റില്ല. ശത്രുക്കളുണ്ടാവും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കൂ. അതാ എനിക്ക് മനസ്സിലാവാതെ. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിട്ടും മോളോട് ഇതൊന്നും ചോദിക്കരുതെന്നാ സാറ് പറഞ്ഞ്. എന്നാലും ചോദിച്ചു പോവുക.
മറ്റുള്ളവരെ ഉപദേശിക്കാൻ മാത്രം അറിവുള്ള മോക്ക് എങ്ങനെ ഈ അബദ്ധം പറ്റി? എനിക്കുണ്ട് പ്രായമായി വരുന്ന ഒരു മോള്. ഇങ്ങനൊരു അപവാദം അവൾ കേൾപ്പിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരു മുഴം കയറിൽ തീർക്കും ഞാൻ എൻ്റെ ജീവിതം. ഇയാളെ ഇന്ന് ഞാൻ താൻ എന്റെ കൊച്ചിനെ കരയിപ്പിച്ചു അല്ലേ? താനല്ല സാറ്, ഞാനൊരു പോലീസുകാരനാ. അതുകൊണ്ട് എനിക്കെന്താ? പോലീസുകാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. തന്റെ ഉദ്ദേശം എന്താ? ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ? അല്ല, ഇവിടെ സ്ഥിരം താമസിച്ചാൽ ശരിയാകില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എന്റെ സൗന്ദര്യത്തിൽ നീ വീണുപോകും. അയ്യടാ, ഒരു സുന്ദരൻ. ഹരിസാറ് പറഞ്ഞു വിട്ടത് കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചു. ഇവിടെ വരെ മാത്രം. അകത്തോട്ട് കയറിയാൽ പോലീസുകാരനൊന്നും ഞാൻ നോക്കില്ല. അറിയാലോ എന്റെ സ്വഭാവം. ഞാനെവിടെ കിടക്കും? പുറത്ത് ചായപ്പുണ്ട്. പിന്നെ പഴയ തൊഴിലും ജയിലും ഒന്നും ഇവിടെ പറയരുത്. എനിക്ക് ഈ നാട്ടിൽ നല്ല നിലയും വിലയുണ്ട്. ഞാനേ ആളാകെ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വഴക്കിനാണെങ്കിൽ വേണ്ട. വേണം. വഴക്കിനാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് സംസാരിക്കണം. അവളെ നോക്കണ്ട. അവൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒന്നും ഇവിടെ പറയുന്നില്ല. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവൾക്കൊരു കുടുംബമായതല്ലേ. എന്താന്ന് വെച്ചാ ചോദിക്കേ, അല്ലെങ്കിൽ പറയേ. ഞാൻ ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് ഹരിക്കറിയാം. ഉത്തരം പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. വെറുതെ കാട് കയറി സംസാരിക്കാതെ ചോദിക്കാനുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കേ. മൈന എവിടെ പോയേട്ടാ? അവള് ചോദിച്ചു തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. മൈനെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു? ഞാൻ എങ്ങും ഒളിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാ ഒളിപ്പിച്ചത്? അതെനിക്കറിയില്ല. അർജുൻ ഇവിടെ വന്നിരുന്നു. അവിടെയും വന്നു കാണും. വന്നിരുന്നു. അവൻ പറയുന്നതും ശ്രദ്ധിച്ചു തുടങ്ങി. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കില്ലായിരുന്നു. അവനെ അടിച്ചിറക്കി വിടുവായിരുന്നു. അവൻ പറയുന്നതിൽ പലതും സത്യമല്ലായിരുന്നെങ്കിൽ. ഏട്ടൻ ഞങ്ങളോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? മൈനെ അർജുനിൽ നിന്ന് മാറ്റിയത് ഹരിയല്ലേ? ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ട് ഡിസ്ചാർജ് ചെയ്യിച്ചു കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്തത് ഏട്ടനാണോ? എനിക്ക് പറ, ഇത്രയ്ക്ക് അടുപ്പം കാണിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിർത്ത്. രണ്ടുപേരും കൂടി എന്താ എന്നെ വിചാരണ ചെയ്യാണോ? പറ. ആണെങ്കിൽ അത്തരം വിചാരണയ്ക്ക് മറുപടി പറയാൻ ഞാൻ. മൈന മിസ്സിംഗ് ആണെങ്കിൽ പോലീസ് അന്വേഷിക്കും, കണ്ടുപിടിക്കും. അതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു അക്ഷരം സംസാരിക്കരുത്. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ശരികളാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ദോഷം ചെയ്യില്ല. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അനിയത്തിമാർക്കും ഞാൻ ദോഷമാവില്ല. മറിച്ച് താങ്ങാവും, തണലാവും. അന്ത്യശ്വാസം വലിക്കുന്നവരെ കൂടെ ഉണ്ടാവും. മരണശേഷം ആത്മാവെന്നുണ്ടെങ്കിൽ അതുവരെ എപ്പോഴും നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവും. പേടിപ്പിക്കാനല്ല, ആരും പേടിപ്പിക്കാതിരിക്കാൻ.
സിമ്പിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചോ? എന്താ? അതായത് അറ്റ് പ്രസന്റ് മൈന മിസ്സിംഗ് ആണ്, എവിടെയാണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു ഏട്ടൻ എന്നുള്ള നിലയിലും ഒരു SP എന്നുള്ള നിലയിലും ഹരിയേട്ടന്റെ റിയാക്ഷൻസ് ഇതായിരിക്കേണ്ടതാണോ? ഹരിയേട്ടൻ അന്വേഷിക്കുന്നുണ്ടാവും. സിദ്ധുവിന് ഹരിയേട്ടനെ അറിയാഞ്ഞിട്ടാ. അനിയത്തിമാരുടെ നേരെ ഒരാളെ നോക്കിയെന്നറിഞ്ഞ അവന്റെ കുടുംബക്കാരെ മുഴുവൻ വരട്ടുന്ന ആളാ ഹരിയേട്ടൻ. അത് മാത്രല്ല, ഹീസ് എ സിൻസിയർ പോലീസ് ഓഫീസർ. ഒരു പരാതി എഴുതി കിട്ടിയ റാങ്കും ഡിഗ്നിറ്റിയും നോക്കാതെ നേരിട്ട് അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളാ ഏട്ടൻ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കേസുകളിൽ. അങ്ങനെയുള്ള ഒരാള് മൈനയെ കാണാതായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നൊരു തണുപ്പ മട്ടിലിരിക്കുന്നത് അത്ഭുതമാണ്. മാനസ എന്തുദ്ദേശിച്ചാ പറയുന്നത്? ഞാൻ മനസ്സിൽ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിക്കാനാണെങ്കിൽ പല രീതികളിൽ ഉദ്ദേശിക്കാം. പ്രത്യേകിച്ചും മൈനയെ പോലെ മനസ്സിലെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്ന ഒരാളെ കുറിച്ച്. ഒരു സംശയം എനിക്കുണ്ട്. ഹരിയേട്ടന് അറിയാമായിരിക്കണം മൈന എവിടെയുണ്ടെന്ന്. അല്ലെങ്കിൽ പണ്ട് സിദ്ധുവിനെ അന്വേഷിച്ചതുപോലെ ഏട്ടൻ ഈ നാട് മുഴുവൻ അരിച്ചു പെറുക്കിയനെ. ഹരിയേട്ടൻ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിച്ചു എന്നാണോ പറയുന്നത്? അങ്ങനെയും സംഭവിക്കാം. ഏട്ടൻ തീരുമാനിച്ചുറച്ച് മൈനയെ ഒരിടത്തേക്ക് മാറ്റിയ പോലീസ് തന്നെ അവൾക്ക് സംരക്ഷണം കൊടുക്കും. പിന്നെ ആര് പരാതിയായിട്ട് പോയാലും കാര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഏട്ടനത് നമ്മളോട് പറഞ്ഞൂടെ? പറയാം, പക്ഷെ പറയുന്നില്ല. അവിടെയാണ് ഹരിയേട്ടൻ സംശയത്തിന് നിഴലിലാവുന്നത്. അർജുനനിൽ നിന്നും ഗർഭിണിയായ പെണ്ണിനെ ഏട്ടൻ സംരക്ഷിക്കുന്ന എന്തിനാ? പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കിയാ പോരായിരുന്നോ? എന്തും വീട്ടിൽ പറഞ്ഞു ആലോചിച്ചും ചെയ്തിരുന്ന ഏട്ടൻ മൈനയുടെ കാര്യം മാത്രം ഗൗരിച്ചിൽ നിന്ന് ഒളിക്കുന്ന എന്തിനാ? പല ചോദ്യങ്ങൾക്ക് ഉത്തരം ബാക്കി കിടക്കുന്നു. ആ ഉത്തരങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് ഹരിയേട്ടന്റെ മനസ്സിലാണ്. അത് പുറത്തു വരാത്തിടത്തോളം കാലം ഗൗരിയച്ചയെ പോലെ നമുക്കും ഹരിയേട്ടനെ കുറിച്ച് സംശയങ്ങളെ ബാക്കിയുണ്ടാവും. ഒരു വക കഴിക്കില്ല പെണ്ണ്. ഇരിക്കുന്ന കോലം കണ്ടോ? കൂടെ പഠിക്കുന്ന പിള്ളേരെയൊക്കെ നീ നോക്കിക്കേ, ഒക്കെ ഉരുണ്ട് കൊഴുത്തിരിക്കോ. അവരുടെ അടുത്ത് നിന്നെ കൊണ്ട് നിർത്താനേ എനിക്ക് നാണക്കേടാ. ഒരുപാട് വണ്ണം വെക്കുന്നത് കൊള്ളൂലെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. എന്ന് വെച്ച് ഒന്നും കഴിക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞോ? എനിക്ക് വിശക്കാൻ ഞാൻ എന്ത് ചെയ്യും? വിശപ്പ് ഒക്കെ ആയിക്കോളും. എന്റെ മോള് നല്ല കുട്ടിയല്ലേ. കുറച്ച് കഴിച്ചാ മതി. ഒരു ഇഡലി. ഇത് കഴിച്ചാ അമ്മ ഇന്ന് രാജകുമാരിയെ കൊണ്ടുപോകാൻ കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരന്റെ കഥ പറഞ്ഞു തരും. ഇത് ഓൾഡ് സ്റ്റോറി ആണല്ലോ അമ്മ. എത്ര ആണോ പറഞ്ഞതാ? എന്നാ ആമയുടെ മൊയിലിന്റെയും കഥ പറഞ്ഞുതരാം. ഓട്ട മത്സരത്തിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയ കഥയല്ലേ? വെറും പുളുവാ അത്. ആരും വിശ്വസിക്കൂല. പിന്നെ നിനക്ക് എന്ത് തരം കഥ വേണം? എനിക്കിതൊക്കെ അറിയൂ. ഞാൻ അമ്മയ്ക്ക് കഥ പറഞ്ഞുതരാം. പറ, ഇത് കഴിച്ചോണ്ട് പറ. പറഞ്ഞേ. ഓക്കെ. Once there was a lion in a forest. He is the king of... മലയാളത്തിൽ പറ കുഞ്ഞേ നീ. ശരി. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹമായിരുന്നു കാട്ടിലെ രാജാവ്. അദ്ദേഹത്തിന്റെ ഗുഹയിൽ കാട് മുഴുവൻ കാണാൻ പാകത്തിന് CC ക്യാമറ ഉണ്ടായിരുന്നു. എന്താ അത്? അമ്മക്കറിയില്ലേ? ഇപ്പൊ എന്റെ സ്കൂളില് എല്ലാ ക്ലാസ്സിലും ക്യാമറ ഉണ്ട്. ഹെഡ് മാസ്റ്ററിന് ഓഫീസിലിരുന്ന എല്ലാ ക്ലാസ്സുകളും കാണാം. അതുപോലെ സിംഹത്തിന്റെ കേബിലും ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം സിംഹം ഗുഹയിലിരുന്ന് പാണ്ഡൻ ചെന്നായോട് ചാറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് പരിചയമില്ലാത്തൊരു ഹായ് കണ്ടത്. എന്ന് വെച്ചാ പരിചയമില്ലാത്ത ഒരാൾ ഹായ് അടിച്ചിരിക്കുന്നു. അതാരാണപ്പാ? പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴല്ലേ അറിഞ്ഞത്. അപ്പുറത്തെ കാട്ടിലെ സിംഹത്തിന്റെ സുന്ദരിയായ മോള്. എന്റെ കൊച്ചേ, നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നെ? ഇത്ര ചെറുതിലെ നീ ചാറ്റ് ചെയ്യാനും പ്രൊഫൈൽ എടുക്കാനൊക്കെ പഠിച്ചോ? അമ്മ ഇതൊന്നും അറിയുന്നേ ഇല്ലല്ലോ. അമ്മ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ടീച്ചറും പറഞ്ഞു വീട്ടില് നിർബന്ധമായിട്ടും കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വേണമെന്ന്. വാങ്ങിത്തരാൻ അമ്മയുടെ കയ്യിൽ എവിടെ നടക്കാശ്? സിദ്ധുമാമ വരട്ടെ, അപ്പൊ പറയാം.
ഈശ്വര, കറി ഇപ്പൊ തിളച്ച് വറ്റിക്കാണും. അമ്മ ഇപ്പൊ വരാട്ടോ. ഇത് കഴിച്ചോ. എവിടെ പോയി ഗോപു? മോളെ, മോളെ, ചേട്ടാ ഒരു കുഞ്ഞിനെ കണ്ടോ? അതെ, ഈ വഴിക്ക് എങ്ങനെ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടോ? പെൺകുട്ടിയോ? ഒറ്റയ്ക്കോ? ആ, ഒരു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയാ. ചുമന്ന ഉടുപ്പായിട്ടിരിക്കുന്നത് കണ്ടോ? ഒറ്റയ്ക്ക് അങ്ങനെ കുട്ടി പോകുന്നത് കണ്ടില്ല. കുട്ടികളെ കൊണ്ട് 1-2 പേര് പോകുന്നത് കണ്ടു. അതിൽ ചുവന്ന ഉടുപ്പിട്ട ഒരു കുട്ടി ഉണ്ടെന്നാ തോന്നുന്നേ. എങ്ങോട്ടാ പോയത്? അതറിയില്ല. ഇതുവഴി ഒന്ന് പോയി നോക്ക. ഒരു മോളെ കണ്ടോ ഇതുവഴി? ഞങ്ങള് കണ്ടില്ല. ചേട്ടാ ഒരു മോളെ കണ്ടോ ഇതുവഴി? പെണ്ണ് മോളെ കൊണ്ട് ഇത് എങ്ങോട്ട് പോയി? പറയാതെ എങ്ങോട്ടും പോകുന്നതല്ലോ. കുട്ടിയെ കാണാനില്ല. വല്ല പിച്ചക്കാരൻ പിടിച്ചോണ്ട് പോയതായിരിക്കും. എന്താ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ? അനാവശ്യമല്ല, കാര്യം പറഞ്ഞതാ. മുറ്റത്ത് നിന്ന കുട്ടിയെ അംബിക വന്ന് നോക്കിയപ്പോ കാണാനില്ല. ദേ ആഹാരം കഴിച്ചോണ്ടിരുന്ന പാത്രം ഗേറ്റിനരികെ കിടക്കുന്നു. ഈശ്വര, കുഞ്ഞിന് എന്ത് പറ്റിയാവോ? ഞാൻ പറഞ്ഞില്ലേ, വല്ല പിച്ചക്കാരൻ പിടിച്ചോണ്ട് പോയതായിരിക്കും. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കരഞ്ഞു വിളിച്ച് അംബിക ഇറങ്ങി ഓടുന്ന കണ്ടു. എന്നിട്ടും നീ എന്താ ഇത് ആരോട് പറയാത്തെ? പറഞ്ഞിട്ടെന്താ കാര്യം? വെറുതെ എല്ലാരും വിഷമിക്കുന്ന എന്തിനാ? പോയത് പോയില്ലേ. എങ്ങോട്ട് പോയെന്നാ? നിന്റെ മനസ്സിലെ ആഗ്രഹമല്ലേടി അത്? ഈശ്വര, എന്റെ കുഞ്ഞ്. എന്നാ ഗോപിക മോളെ കാണാനില്ലെന്ന്. എവിടെ പോയി? അറിയില്ല. ഞാൻ അകത്ത് നിന്ന് നോക്കുമ്പോ കുട്ടിയെ അന്വേഷിച്ച് അംബിക ഓടി നടക്കുന്നു. പിന്നെ പുറത്തേക്ക് ഓടുന്ന കണ്ടു. മോളെ, എന്തു പറ്റി? കുഞ്ഞെവിടെ? അറിയില്ലമ്മ. മുറ്റത്ത് നിന്ന് ഞാൻ ആഹാരം കൊടുത്തോണ്ട് നിൽക്കുമായിരുന്നു. ഒന്ന് അടുക്കള വരെ പോയിട്ട് വന്ന നേരം അതിനിടയിൽ മോളെ കാണുന്നില്ല. എന്നാലും പെട്ടെന്ന് ഇത് എവിടെ പോവാനാ? ഞാൻ കുറെ ദൂരം ഓടി. കണ്ടവരോടൊക്കെ ചോദിച്ചു. പലരും പലതാ പറയുന്നത്. കണ്ടൊന്നും കണ്ടില്ല നോക്ക്. നിങ്ങൾ വണ്ടി എടുത്ത് ഒന്ന് പോയി നോക്കിയേ. ചുമ്മാ അതിന് എവിടെങ്കിലും പോയി അന്വേഷിക്കാൻ പറ്റുമോ? ആരെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ പിന്നെ മഷിയിട്ട് നോക്കിയാലും കാണില്ല. നിങ്ങൾ ഒന്ന് പോയി നോക്കുന്നുണ്ടോ?